അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ടു പോയാലോ? ഖിലാഫത്ത് രാജ്യഭരണമാക്കി മാറ്റിയ ഉമവി ഭരണകൂടത്തിന്റെ അതിശക്തമായ വിമർശകനായിരുന്നു ഇമാം അബൂ ഹനീഫ. ഭരണാധികാരികള് പൊതുമുതല് ദുരുപയോഗം ചെയ്യുന്നത്, തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത്, അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിനെതിരെ ശക്തമായി എതിർത്തു നമ്മുടെ കഥാനായകൻ. അതിനാല് ഉമവി ഭരണകൂടവും അത് കഴിഞ്ഞു വന്നിട്ടുള്ള അബ്ബാസികളും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. തടവറയിലിട്ട് അതികഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അബൂ ജഅഫർ അൽ മൻസൂർ കുടിവെള്ളം പോലും നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദാഹിച്ചു മരിക്കാൻ നിർബന്ധിതനാക്കി. വിഷം കൊടുത്ത് കൊന്നതാണെന്നും പറയുന്ന ചില ചരിത്രകാരന്മാരുണ്ട് കേട്ടോ. അങ്ങനെ ആ നവോത്ഥാന നായകന്റെ അന്ത്യം സംഭവിക്കുന്നത് ഹിജ്റ 150 അങ്ങനെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ സത്യത്തിന്റെ ദീനിൽ അതിശക്തമായി നിലകൊണ്ട് അതികഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ വിപ്ലവകാരിയായ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ. അദ്ദേഹത്തിന്റെ വിജയം നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലത്തെയും ലോകത്തെയും അതിജീവിച്ച് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കോടാനുകോടി വിശ്വാസികളുടെ ജീവിതം നയിക്കുന്നത് ഇമാം അബൂ ഹനീഫയുടെ കർമ്മശാസ്ത്രമാണ്. ഹനഫി മദ്ഹബ് ഉണ്ടല്ലോ, അത് ഇമാം അബൂ ഹനീഫയിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്നതാണ് കേട്ടോ. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറൻ.